Hello students, I am Assistant Professor Nigitha, Department of Commerce, AMC Group of Educational Institution. Our chapter, Financial Statements of Joint Stock Companies. Statement of Profit and Loss, SOPL. Statement of Profit and Loss Account ഫോർമാറ്റ് നോക്കി ആ ഫോർമാറ്റിലെ ഓരോ ഐറ്റംസും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇൻകംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓൾറെഡി മുമ്പുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ താഴെ വരുന്ന ബാക്കിയുള്ള ടേംസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിൽ നിന്നുള്ള പ്രോഫിറ്റോ ലോസോ. Indian Accounting Standard 105 requires that the profit or loss from discontinued operations should be disclosed separately in the statement of profit and loss. Indian Accounting Standard 105 പറയുന്നത് പ്രോഫിറ്റോ ലോസോ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിൽ നിന്ന് വരുന്ന പ്രോഫിറ്റോ ലോസോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സെപ്പറേറ്റ് ആയി ഡിസ്ക്ലോസ് ചെയ്യണം. എന്തൊക്കെയാണ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് നോൺ കറന്റ് അസറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ഡിസ്പോസ്ഡ് ഓഫ് ഓർ ആർ ബീയിങ് ഹെൽഡ് ഫോർ സെയിൽ. ഏതെങ്കിലും നോൺ കറന്റ് അസറ്റ്, അതായത് ഫിക്സ്ഡ് അസറ്റിന്റെ ഡിസ്പോസലോ അല്ലെങ്കിൽ സെയിലോ എന്തെങ്കിലും വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതിന് നമ്മൾ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റോ ലോസോ ആയിട്ട് കാണും. നമ്മളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. നെക്സ്റ്റ്, അതർ കോംപ്രിഹെൻസീവ് ഇൻകം. എന്താണ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം? ദിസ് ഹെഡിങ് റെപ്രസെന്റ്സ് ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ദാറ്റ് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് നമ്മളിപ്പോൾ കുറേ ഇൻകംസും എക്സ്പെൻസസും ഒക്കെ പറഞ്ഞു, ഇതിലൊന്നിലും പെടാത്ത വേറെ ഏതെങ്കിലും ഇൻകമോ എക്സ്പെൻസോ വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ ഇതുവരെ കാണിക്കാത്ത ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹെഡിൽ കാണിക്കും. ജനറലി ഐറ്റംസ് ഇൻ OCI arise out of revaluation or remeasurement of various assets and liabilities, especially financial assets and liability. അതായത് ഇതിൽ വരുന്നത് കൂടുതലും എന്താണ്, റീവാലുവേഷനിൽ വരുന്ന സർപ്ലസോ ഡെഫിസിറ്റോ ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഐറ്റത്തിൽ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതർ കോംപ്രിഹെൻസീവ് ഇൻകം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു എ, items that will not be reclassified to profit or loss and is related to income tax effect. Next, B, items that will be reclassified to profit or loss and its related income tax effect. ഇനി എന്തൊക്കെയാണ് ഐറ്റംസ് ദാറ്റ് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് നോക്കാം. ഓരോ ഐറ്റംസും ആയിട്ട് നോക്കുക. തിയററ്റിക്കലി ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ റീവാലുവേഷൻ സർപ്ലസ്. നെക്സ്റ്റ്, റീമെഷർമെന്റ് ഓഫ് ദ ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻസ്. ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ത്രൂ അതർ കോംപ്രിഹെൻസീവ് ഇൻകം. Fair value changes relating to own credit risk of financial liabilities designated at fair value through profit or loss. Share of other comprehensive income in associates or joint ventures to the extent not to be classified into profit or. അടുത്തത്, ഐറ്റംസ് ദാറ്റ് വിൽ ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. എക്സ്ചേഞ്ച് ഡിഫറൻസസ് ഇൻ ട്രാൻസ്ലേഷൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറിൻ ഓപ്പറേഷൻ. ഫെയർ വാല്യൂ ചേഞ്ചസ് ഇൻ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ത്രൂ അതർ കോംപ്രിഹെൻസീവ് ഇൻകം. The effective portion of gain and loss on hedging instruments in a cash flow hedge. Share of other comprehensive income in associates and joint ventures to the extent to be classified into profit or loss. Changes in time value of options when separating the intrinsic value and time value of an option contract.
changes in the value of the forward elements if the forward contracts when separating the forward elements and spot elements of forward contract. Changes in the value of foreign currency. Next, others specify nature. അടുത്ത ഒരു ഐറ്റമാണ് ഏണിങ്സ് പെർ ഷെയർ. എന്താണ് ഏണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഏണിങ്സ്, അതായത് നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ടോട്ടൽ പ്രോഫിറ്റിൽ ഒരു ഷെയറുമേ എത്ര ഏൺ ചെയ്യുന്നു, ഒരു ഷെയറുമേ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഏണിങ്സ് പെർ ഷെയർ. ഏണിങ്സ് പെർ ഷെയറിന് ബേസിക് EPS calculation ഉണ്ട്. Profit or loss for the period attributable to equity shareholders divided by weighted average number of equity shares outstanding during the year. Next, diluted EPS. Profit or loss for the period attributable to equity shareholders, then divided by weighted average number of equity shares outstanding during the year. ബേസിക്കലി ഏണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാലുള്ള കാൽക്കുലേഷൻ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എക്സെപ്ഷണൽ ഐറ്റംസ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കണ്ടിട്ടുള്ള ഒരു ടേമാണ് എക്സെപ്ഷണൽ ഐറ്റംസ്. എന്താണ് എക്സെപ്ഷണൽ ഐറ്റംസ്? ഇറ്റ് ഇൻക്ലൂഡ് written down of inventories to net realizable value and reversal of such write downs. ഇൻവെൻ്ററിയുടെ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, റിട്ടേൺ ഡൗൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂവിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഡിഫറൻസ് നമ്മൾ എക്സെപ്ഷണൽ ഐറ്റംസിൽ കാണിക്കും. അടുത്ത ഡിസ്പോസൽ ഓഫ് ഐറ്റംസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. നെക്സ്റ്റ്, ഡിസ്പോസൽ ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് ഹാവിംഗ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. ലീഗലി വരുന്ന എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് നമ്മൾ എക്സെപ്ഷണൽ ഐറ്റംസിൽ കാണിക്കും. ലിറ്റിഗേഷൻ സെറ്റിൽമെൻറ്റ്, എന്തെങ്കിലും ലീഗൽ ഇഷ്യൂവിൽ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ്സ് വരികയാണെങ്കിൽ, കേസോ അങ്ങനെ എന്തെങ്കിലും വന്ന് സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ അത് നമ്മൾ എക്സെപ്ഷണൽ ഐറ്റംസിൽ കാണിക്കും. അതർ റിവേഴ്സൽ ഓഫ് പ്രൊവിഷൻസിൻ്റെ വേറെ എന്തെങ്കിലും റിവേഴ്സൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇതിലാണ് കാണിക്കുന്നത്, എക്സെപ്ഷണൽ ഐറ്റംസിലാണ് കാണിക്കുന്നത്. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ നമ്മുടെ ഫോർമാറ്റിൽ വരുന്ന ഓരോ ഐറ്റംസിൻ്റെയും എക്സ്പ്ലനേഷൻ.